സജി ചെറിയാനെതിരെ ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞല്ലോ. സജി ചെറിയാൻ പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. പോലീസ് അന്ന് കൊടുത്ത 420ഓളം പേജുള്ള കുറ്റപത്രം, ആ കേസ് ഡയറി എടുത്ത് ദൂരെ കളഞ്ഞിട്ടാണ് പറഞ്ഞത് പോലീസ് ശരിക്കും അന്വേഷിച്ചിട്ടില്ല, പുനരന്വേഷണം വേണം, കൃത്യമായ അന്വേഷണം വേണം, സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സജി ചെറിയാൻ ആദ്യം മജിസ്ട്രേറ്റ് കോടതി കേസ് തള്ളിയല്ലോ. അങ്ങനെയാണല്ലോ സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഗവർണർ ഒരു ഉടക്ക് വച്ചിരുന്നു, അത് നിർണായകമായിരുന്നു. ഗവർണർ ആഴ്ചകൾ, അതായത് ദിവസങ്ങളോളം തന്നെ ഈ സർക്കാരിൻ്റെ ശുപാർശ സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് എടുക്കണമെന്ന ശുപാർശ തടഞ്ഞു വെച്ചു, അതിൽ ഒപ്പുവെച്ചില്ല, അനുമതി കൊടുക്കാതിരുന്നു. അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണറെ ഫോണിൽ വിളിച്ചാണ് അനുനയിപ്പിക്കുന്നത്. ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കേസ് എഴുതിത്തള്ളും, കേസിനകത്ത് യാതൊരു കഴമ്പുമില്ല, പോലീസ് അന്വേഷണ റിപ്പോർട്ട് അനുകൂലമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുകയും ഗവർണറെ കൊണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഗവർണർ എത്തിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അന്ന് ഗവർണർ പല ആവർത്തി പറഞ്ഞിരുന്നു, ഇതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം, സജി ചെറിയാനെ തിരികെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണെന്ന്. സജി ചെറിയാൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഗവർണർ വീണ്ടും പറഞ്ഞു, ആ രേഖകളൊക്കെ എനിക്ക് കിട്ടണം, രേഖകളൊക്കെ പരിശോധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൊട്ട രേഖകൾ ഗവർണർക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഗവർണർ എന്നിട്ടും പറഞ്ഞു ഈ രേഖകളുടെയൊക്കെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്ന് അന്ന് പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പെട്ടത് ഗവർണറാണ്. ഗവർണർ അന്ന് ഈ പോലീസ് റിപ്പോർട്ടൊക്കെ പരിശോധിച്ച ശേഷം ഇതിനകത്ത് ഇങ്ങനെ നൂലാമാലകളുണ്ട്, ഇതിനകത്ത് മൊഴികൾ എടുത്തിരിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ മാത്രമാണ്, വേദി പങ്കിട്ട ആളുകളുടേതാണ്, പാർട്ടിക്കാരുടെ മാത്രം മൊഴി മാത്രമേ ഉള്ളൂ എന്നൊക്കെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ, അന്നേ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സജി ചെറിയാൻ രണ്ടാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി വരികയില്ലായിരുന്നു. അന്നേ തന്നെ ഉടക്ക് വയ്ക്കാമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കിൽ ഗവർണർ വീണുപോയി. എനിക്ക് തോന്നുന്നു ഗവർണർ പിന്നീട് വന്ന പല കാര്യങ്ങളും ഇങ്ങനെ തടഞ്ഞു വെച്ചത് ഈ സജി ചെറിയാൻ്റെ കേസൊക്കെ പിന്നെ വിശദമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാകും പല ബില്ലുകളുടെ മേലും ഗവർണർ ഇങ്ങനെ ഒപ്പിടാതെ കാലതാമസം വരുത്തുന്നതൊക്കെ. ഏതായാലും ഗവർണർ ഇക്കാര്യത്തിൽ പെട്ടു. അതുപോലെ തന്നെ പോലീസും ഇക്കാര്യത്തിൽ പെട്ടിട്ടുണ്ട്. പോലീസിനെ കിട്ടിയത് മുട്ടൻ പണിയാണ്. പോലീസിന് കിട്ടിയത് ഇതിൽ മാത്രമല്ല, നവകേരള സദസ്സിൻ്റെ കാര്യം. നവകേരള സദസ്സിൽ പോലീസ് എന്താണ് ചെയ്തത്? പോലീസ് കൊടുത്തത് ഒരു കപട റിപ്പോർട്ടായിരുന്നു. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയോ KSU പ്രവർത്തകരെയോ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ മർദ്ദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് പോലീസ് തയ്യാറാക്കി കൊടുത്തത്. കോടതി അതെടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞു. കാരണം ടെലിവിഷനിലൂടെയും മറ്റ് ഡിജിറ്റൽ മീഡിയകളിലൂടെയും ഈ ദൃശ്യങ്ങളൊക്കെ ലോകം കണ്ടതാണ്. എന്നിട്ട് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് കോടതി അത് നിരസിച്ചത്, പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ നവകേരള സദസ്സിലെ ഒരു സംഭവത്തിൽ, അതായത് ഉന്നതർക്കെതിരെയുള്ള അന്വേഷണം വന്നു കഴിഞ്ഞാൽ പോലീസ് ചവിട്ടിപ്പിടിക്കും, എന്നിട്ട് വ്യാജ റിപ്പോർട്ടുകൾ കോടതിയിൽ കൊടുക്കും. അതാണ് കോടതി പൊളിച്ചടിക്കിയത്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലും അത് തന്നെയാണ്. ഗവർണർ ഉൾപ്പെടെ നാണം കെട്ടുപോയ ഒരു സംഭവമാണ് പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. ഗവർണറെ പോലും നാണം കെടുത്തി. കാരണം വ്യാജ റിപ്പോർട്ട് കൊടുത്തു, കൃത്യമായ മൊഴിയെടുപ്പോ കൃത്യമായ തെളിവ് ശേഖരണമോ നടത്താതെ അന്വേഷണം അവസാനിപ്പിച്ച് പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടാണ് സജി ചെറിയാൻ്റെ കാര്യത്തിലും എടുത്ത് ചവറ്റുകൊട്ടയിൽ കോടതി കളഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലീസ് സജി ചെറിയാൻ്റെ കാര്യത്തിൽ നാണം കെട്ടു, ഗവർണർ നാണം കെട്ടു. ഇനി പാർട്ടി ഏതൊക്കെ തരത്തിലാണ് നാണം കെടാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ അറിയാം.